റൈറ്റ്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഇൻഡസ്ട്രിയില് ഓരോരോ ഇൻഡസ്ട്രിയിലും എങ്ങനെയാണ് വാറ്റിന്റെ സ്പെഷ്യൽ റേറ്റ് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെൽത്ത് കെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസിന് എങ്ങനെയാണ് GST ഫാക്കൽറ്റി, GST പ്രാക്ടീഷണർ ഓൾസോ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് GST എന്ന് വന്നു പോകും. ഓക്കെ, റൈറ്റ്. സോ ഫിനാൻഷ്യൽ സർവീസസിന് എങ്ങനെയാണ് വാറ്റിന്റെ പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. ഇനി ആദ്യം തന്നെ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സർവീസസിന്റെ അണ്ടറിൽ വരുന്നത്, എന്തെല്ലാമാണ് ഫിനാൻഷ്യൽ സർവീസസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഡീലിംഗ് വിത്ത് മണി ആയിട്ട് ഡീൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ ക്രെഡിറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. മണി അതേപോലെ തന്നെ ക്രെഡിറ്റ്, ഇത് രണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. അതിലെന്തെല്ലാം വരും? കറൻസി എക്സ്ചേഞ്ച് വരും. ദെൻ ഇനി കറന്റ് ഓപ്പറേഷൻ ഓഫ് കറന്റ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്, ദെൻ പ്രൊവിഷൻ ഓഫ് ലോൺ, അഡ്വാൻസ് ഓർ ക്രെഡിറ്റ്, ദെൻ ഇഷ്യൂ, പേയ്മെന്റ്, കളക്ഷൻ, ട്രാൻസ്ഫർ ഓഫ് ചെക്ക്, then letter of credit, and issue, allotment, acceptance, etc., debt, security, etc. That means നമ്മളെ കറൻസി ആയിട്ട് ഡീൽ ചെയ്യുന്നത്, ഷെയർസും ആയിട്ട് ഡീൽ ചെയ്യുന്നത്, ദെൻ ലോൺസും ആയിട്ട് ഡീൽ ചെയ്യുന്ന സർവീസസ്, ഇതൊക്കെയാണ് നമ്മൾ എന്തിന്റെ അണ്ടറിൽ വരുന്നത്, ഫിനാൻഷ്യൽ സർവീസസിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ അതിൽ ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് സർവീസസ് എന്ന് നോക്കാം. Service activities where they are not conducted in return of explicit fee, discount, commission and rebate or similar. That means നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് നമ്മളൊരു എക്സ്പ്ലിസിറ്റ് ഫീ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, കമ്മീഷൻ, റിബേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കളക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യുന്നില്ല, ചാർജ് ഈടാക്കുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തിനു വരും, എക്സംപ്റ്റഡ് സർവീസിന്റെ അണ്ടറിൽ വരും. ഇഷ്യൂ, അലോട്ട്മെന്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ആൻഡ് ഇക്വിറ്റി സെക്യൂരിറ്റി ആൻഡ് ഡെപ്റ്റ് സെക്യൂരിറ്റി. നമുക്കറിയാൻ പറ്റും സെക്യൂരിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇക്വിറ്റി സെക്യൂരിറ്റീസും ഉണ്ട്, ഡെപ്റ്റ് സെക്യൂരിറ്റീസും ഉണ്ട്. ഇത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, അലോട്ട് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഫിനാൻഷ്യൽ സർവീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് സർവീസ് ആണ്. ദെൻ പ്രൊവിഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ഓർ ദി പ്രൊവിഷൻ റീ ഇൻഷുറൻസ് ഇൻ ദി റെസ്പെക്ട് ഓഫ് സച്ച് കോൺട്രാക്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്, അതിന്റെ ട്രാൻസ്ഫർ, ഇതെല്ലാം ഫിനാൻഷ്യൽ സർവീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ റീ ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻഷുറൻസ് ഉണ്ട്, ആ ഇൻഷുറൻസ് കമ്പനി അത് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കുന്നത്, അതുപോലുള്ള സർവീസ് ഒക്കെ എക്സംപ്റ്റഡ് സർവീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഔട്ട് എക്സ്പ്ലിസിറ്റ് ഫീ ഓർ ചാർജസ്. ഇതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, UAE ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം ആണ്, അതിൽ വരുന്നതാണ് ഓരോ കോൺട്രാക്ട്സുകളാണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കൂടുതലായിട്ട് ആ ടോപ്പിക്കിലോട്ട് പോകുന്നില്ല. ഫസ്റ്റ് വൺ മുദ്രബ കോൺട്രാക്ട്, ബിസിനസ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ മുറബഹ കോൺട്രാക്ട്, മാർക്കപ്പ് പ്രൈസ്, വെഹിക്കിൾസിന് വേണ്ടി, ഡിമിനിഷിങ് മുഷറക്ക അറേഞ്ച്മെന്റ്, ഹൗസ് പർച്ചേസിന് വേണ്ടിയിട്ടുള്ളത്. ഈ ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഫിനാൻഷ്യൽ സർവീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതിന് എന്തുണ്ടായിരിക്കും, വാറ്റ് എക്സംപ്റ്റഡ് ആയിരിക്കും, ഫിനാൻഷ്യൽ സർവീസ് എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഡെറ്റ് സെക്യൂരിറ്റി ആൻഡ് ഇക്വിറ്റി സെക്യൂരിറ്റീസ്. റൈറ്റ്, നമ്മൾ ഈ വാറ്റിന്റെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് അല്ല, ബട്ട് ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് യു ഷുഡ് ബി ക്ലിയർ അബൌട്ട് ദിസ് കൺസെപ്റ്റ്. എന്താണ് ഡെറ്റ് സെക്യൂരിറ്റി, എന്താണ് ഇക്വിറ്റി സെക്യൂരിറ്റി എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് നമ്മുടെ ടോപ്പിക്കിലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡെറ്റ് സെക്യൂരിറ്റി, എന്താണ് ഇക്വിറ്റി സെക്യൂരിറ്റി എന്ന് പറയുന്നത്? രണ്ടും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ ബിസിനസ്സിൽ ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ബിസിനസ്സിൽ ഓണർഷിപ്പ് കിട്ടുമ്പോഴാണ് നമ്മൾ അതിന് എന്താ പറയാ, ഇക്വിറ്റി സെക്യൂരിറ്റി എന്ന് പറയാം. എന്നാ നമുക്കൊരു ബിസിനസ്സിൽ എന്തുണ്ട്,
നമ്മൾ അവിടുന്ന് ലോണ് അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള ആൾക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് ഡെറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കമ്പനിയിൽ പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട്സ് ഉണ്ട്. ഇതൊക്കെ എന്തിനു വരുന്നതാണ്? ഡെറ്റ് സെക്യൂരിറ്റീസ് ആണ്. നമുക്കൊരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ട്, അതെന്താണ്? ഇക്വിറ്റി സെക്യൂരിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഇക്വിറ്റി സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ എന്ത് കിട്ടുന്നുണ്ട്? ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് ഡെറ്റ് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല? കമ്പനിയുടെ മേലിൽ ഓണർഷിപ്പ് റൈറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇക്വിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിരിക്കും. എന്നാ ഡെറ്റ് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ സപ്പോസ് കമ്പനി പൂട്ടുകയാണ്, ലിക്വിഡേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കും? ഡെറ്റ് സെക്യൂരിറ്റീസിനായിരിക്കും. ഫസ്റ്റ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ പോവാണ്, വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനിൽ ആദ്യം ആരുടെ ലാബിലിറ്റീസ് ആണ് സെറ്റിൽ ചെയ്യുക? ഡെറ്റ് സെക്യൂരിറ്റീസിന്റെ ലാബിലിറ്റീസ് ആയിരിക്കും സെറ്റിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പക്ഷെ ഇക്വിറ്റി സെക്യൂരിറ്റീസിന്റെ കേസിൽ ലോവർ പ്രയോറിറ്റീസ് ആണ്. ഡെപ്റ്റ് ഹോൾഡേഴ്സിന് ആദ്യമുള്ള കടങ്ങളൊക്കെ വീട്ടി ലാസ്റ്റ് മാത്രമായിരിക്കും എന്തുണ്ടാവുക? ഇക്വിറ്റി ഹോൾഡേഴ്സിനുള്ള റിട്ടേൺ കൊടുക്കുന്നുണ്ടാവുക. ഏതിനാണ് റിസ്ക് കൂടുതൽ? ഓഫ് കോഴ്സ് ഡെറ്റ് സെക്യൂരിറ്റീസിലാണ് റിസ്ക് കൂടുതലുള്ളത്, ഇക്വിറ്റി സെക്യൂരിറ്റീസിലാണ്. എന്തുകൊണ്ടാ? നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഹിക്കേണ്ടി വരും. പക്ഷെ ഡെറ്റ് സെക്യൂരിറ്റിയിൽ അങ്ങനെ ഉണ്ടോ? ലാഭം ഉണ്ടായിക്കോട്ടെ നഷ്ടം ഉണ്ടായിക്കോട്ടെ, അവർക്ക് എപ്പോഴും ഫിക്സഡ് റിട്ടേൺ ഉണ്ടായിരിക്കും. അവർ എത്രയാണോ ഡെറ്റ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിക്സഡ് അല്ലെങ്കിൽ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഡെറ്റ് സെക്യൂരിറ്റി ആണെങ്കിൽ ഫിക്സഡ് ഓർ വേരിയബിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഇക്വിറ്റി സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഫിക്സഡ് റിട്ടേൺ കിട്ടുമോ? ഒരിക്കലും ഇല്ല. നമ്മളെ റിട്ടേൺ എപ്പോഴും എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. ഓക്കെ, സ്റ്റോക്ക് കമ്പനി എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിട്ടേൺ കൂടുതലായിരിക്കും. ഇനി പെർഫോമൻസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, റൈറ്റ്. ഇത് ജസ്റ്റ് ഫോർ യുവർ knowledge purpose I just included this. ഓക്കെ, നമ്മുടെ വാറ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല, എന്നാലും നമ്മൾ കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഡെറ്റും ഇക്വിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫിനാൻഷ്യൽ സർവീസസിന്റെ കൺസിഡറേഷൻ പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്, എക്സ്പ്ലിസിറ്റ് ഫീ, കമ്മീഷൻ, ഡിസ്കൗണ്ട്, റിബേറ്റ്. നമ്മളൊരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മളൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു ഫീ കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മീഷൻ ചാർജ് ചെയ്യുന്നുണ്ട്, എനിക്ക് റിബേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും? സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ്. എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പനിയിലെ ഷെയർ വാങ്ങണം, മറ്റു കമ്പനിയിലെ മ്യൂച്വൽ ഫണ്ട് വാങ്ങണം, ഇതിന് നിങ്ങൾ ഫിനാൻഷ്യലി എക്സ്പെർട്ടൈസ് അല്ല. ഓക്കെ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പ്രൊഫഷണലിന്റെ സഹായം നേടും. അവരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നുണ്ടാവുക. അതിനു വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്ന എമൗണ്ടിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റാൻഡേർഡ് റേറ്റിൽ 5% വാറ്റ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ബ്രോക്കേഴ്സ്, ഡീലേഴ്സ് കളക്ട് ചെയ്യുന്ന എമൗണ്ട്, അതിനെന്ത് വേണ്ടി വരും? വാറ്റ് പേ ചെയ്യേണ്ടി വരും. Okay, so hope you all are clear about financial services. What are the financial services will comes under zero rate exempted supply and what will comes under standard rate supply? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Okay, let's move on. Then next നമുക്ക് ഡിസ്കസ് ചെയ്യാം ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസസ്. നമ്മൾ പാസഞ്ചേഴ്സിന് മുന്നേ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ആണ്. നല്ല ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കണം. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തായിരുന്നു? സീറോ റേറ്റഡ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ആണ്. ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡിൽ വരുന്നതാണ്, എക്സംപ്റ്റഡ് സപ്ലൈയിൽ വരുന്നതാണ്. The supply of local passenger transport services is qualifying means of transport by land, water shall be exempt. Motor vehicle including taxi, bus, train, tram or similar means of transport and designed transportation of passengers.
ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള ടാക്സി, ബസ്, ട്രാം, ട്രെയിൻ, വാട്ട് എവർ സിമിലർ ഐറ്റംസ് ഒക്കെ എന്തിൽ വരും? സീറോ റേറ്റിൽ വരും. ഓക്കെ, അതേപോലെ തന്നെ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാനുള്ള ഫെറി ബോട്ട്, അബ്ര തുടങ്ങിയിട്ടുള്ളതും വരും. ഹെലികോപ്റ്റർ, ദെൻ എയർപ്ലെയിൻ, ഇതൊക്കെ എന്തിൽ വരും? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സിന് വരുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ആണ് എക്സംപ്റ്റഡിൽ വരുന്നത്. ഇനി ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തിന് വരുന്നില്ല? എക്സംപ്റ്റഡിൽ വരുന്നില്ല. അതിന് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് where it is undertaken in the context of pleasure trip which the object is sightseeing. ഇനി ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്, പക്ഷെ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം ആണ്. നമ്മൾ പ്ലഷർ ട്രിപ്പിനാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിന് വരില്ല? എക്സംപ്റ്റഡില് വരില്ല. നമ്മളെ പർപ്പസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയി നോക്കേണ്ടത്. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ടേഷന്റെ കേസിൽ നമ്മൾ ഒരിക്കലും കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷന്റെ കേസിൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണോ മുഴുവൻ എന്താണ്? സീറോ റേറ്റഡിൽ വരുന്നതാണ്. ഓക്കെ, കണ്ടീഷൻസ് ഉണ്ട്. ഇനി ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ വെഹിക്കിൾസ്, പാസഞ്ചർ വെഹിക്കിൾസിന് എന്തിനു വരും? സീറോ റേറ്റ്, സോറി, എക്സംപ്റ്റഡിൽ വരും. സപ്പോസ് ഈ ട്രിപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സൈറ്റ് സീയിങ് അല്ലെങ്കിൽ എൻജോയ്മെന്റ് ഓഫ് കാറ്ററിംഗ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് റേറ്റിൽ വരും. ഓക്കെ, ഹോപ്പ് യു all are clear. Now what and all we have discussed, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിവിധ ഇൻഡസ്ട്രീസിൽ എങ്ങനെയാണ് ടാക്സ് റേറ്റ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു 3 റേറ്റ് ഓഫ് ടാക്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്, എക്സംപ്റ്റഡ് ഉണ്ട്, ദെൻ സീറോ റേറ്റഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5% ആണ്, എക്സംപ്റ്റഡ് 0% ആണ്. ഇനി പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സീറോ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റഡ് സപ്ലൈയും തമ്മിലുള്ള ഡിഫറൻസ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എവിടെയാണ് ഇൻപുട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുക, എവിടെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ സർവീസ്, എല്ലാ എഡ്യൂക്കേഷണൽ സർവീസും സീറോ റേറ്റഡ് അല്ല. ചില എഡ്യൂക്കേഷണൽ സർവീസ് സീറോ റേറ്റഡ് ആണ്, ചിലത് എക്സംപ്റ്റഡ് ആണ്, ചിലത് സ്റ്റാൻഡേർഡ് റേറ്റഡ് ആണ്. ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. എക്സ്പോർട്ട് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ട്. ഈ 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ടും എപ്പോഴാണ് സീറോ റേറ്റഡ് ആവുക, അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എക്സ്പോർട്ട് ഓഫ് സർവീസിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സർവീസ് ഫോർ പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്. ഓക്കെ, സീറോ റേറ്റഡ് എപ്പോഴാണ് വരിക? ഇന്റർനാഷണൽ സർവീസ്. അതേപോലെ തന്നെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, അതിന് വേണ്ടിയിട്ട് വെഹിക്കിൾസ് എന്തിനു വരും? സീറോ റേറ്റഡിൽ വരും. ചില വെഹിക്കിൾസ് സീറോ റേറ്റഡിൽ വരില്ല. ദെൻ പ്രഷ്യസ് മെറ്റൽസിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹെൽത്ത് കെയറിൽ എല്ലാതും എന്തിനില്ല? സീറോ റേറ്റഡിൽ വരുന്നതല്ല. നെസസറി ആയിട്ടുള്ളതാണ് സീറോ റേറ്റഡിൽ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് റേറ്റിലായിരിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ സർവീസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഫിനാൻഷ്യൽ സർവീസസ്? അതിൽ ഏതൊക്കെയാണ് സീറോ എക്സംപ്റ്റഡിൽ വരുന്നത്, ഏതാണ് സ്റ്റാൻഡേർഡ് റേറ്റിൽ വരുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞു ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് എക്സംപ്റ്റഡിൽ വരുന്നതാണ്. ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് എക്സംഷൻസിൽ വരുന്നതാണ്. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റിൽ ഏതാണ് വരിക എന്നുള്ളത്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഏതെല്ലാമാണ് അതിന്റെ എക്സാമ്പിൾസ് അടക്കി മനസ്സിലാക്കിയാൽ മതി. Okay, right? Thank you. We will see in the next session.